സാറേയും ഒരു പയ്യനെയും കൂടെ ഒരു കുഴിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അത് ഞാൻ സ്റ്റോറിയിലോട്ട് വരാം. കുഴിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന പെങ്കൊച്ച് സൈഡിൽ നോക്കി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് ഗേറ്റിന്റെ സ്കൂൾ തുറക്കാതെ മതിലടി അകത്ത് കയറിയത്. ഞങ്ങൾ അന്ന് നേരത്തെ വന്നാണ്. അതുവരെ സ്റ്റോറി ഓക്കെ ആയിരുന്നു. ആ വണ്ണമുള്ള കൊച്ചിന് മതിൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം അവക്ക് അതിന് കഴിയത്തില്ല, അവക്ക് അതിനുള്ളതില്ല. ഞാൻ മതിൽ ചാടും, ഞാൻ അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുമല്ല. ഞാൻ മതിൽ ചാടും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ കാരണം ഞാൻ സ്കൂളിന്റെ മതിൽ ഞാൻ ചാടുമെന്നല്ല, ഞാൻ വീടിന്റെ ഒക്കെ മതിലൊക്കെ ചാടി ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഈ പുള്ളി +2 സീനിയർ ആമ്പിള്ളേർ, അപ്പൊ ആമ്പിള്ളേർക്കൊന്നും പേഴ്സണലി കുറച്ച് ആളുകൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ നടക്കുന്നോണ്ടൊക്കെ. അപ്പൊ ഈ സംഭവം അങ്ങ് ഫ്ലാഷായി. അതെനിക്ക് ഭയങ്കര വിഷമായി, കാരണം ഞാൻ അങ്ങനെ ഒരു സംഭവത്തിൽ പോയിട്ടില്ല. നമ്മളെങ്ങനെ ഒരാളുടെ കൂടെ അങ്ങനെ മോശമായ രീതിയിൽ കാണും. അപ്പം എന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും, കാരണം ഞാൻ ഈ നേരം ആമ്പിള്ളേരുടെ കൂടെ ആയതുകൊണ്ട്. അങ്ങനെ അതെനിക്ക് വീട്ടിൽ ഭയങ്കര വിഷമായി. പക്ഷെ അവിടെ എന്റെ പപ്പ എന്നെ താങ്ങിയെന്നുള്ളതാ. ഞാൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, പപ്പ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അത് എല്ലാ പെൺപിള്ളേർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ എന്നിട്ട് എന്താ പടക്കം. അപ്പൊ ഇവരൊക്കെ ഒരു വിചാരം ഇങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമ്പം ഇങ്ങനെയുള്ള വേറൊരു രീതി വിഭാഗം പോലെ കാണുന്നത്. ശരിക്കും നമ്മൾ എന്താ ഒന്നുമില്ല.